So cyclone Burevi ipo Sri Lanka side ninnu Tamil Nadu side ninnu നമ്മുടെ ജില്ലയിലെ നമുക്ക് നാളെ മുതൽ ഹിറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെയോടൊപ്പം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ദാറ്റ് ഈസ് KSDM എല്ലാ തവണ കിട്ടിയ നിർദ്ദേശങ്ങൾ സർക്കുലർസ് ഇൻഫർമേഷൻ പ്രകാരം കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ നാളെ ഉച്ചയ്ക്ക് ശേഷം മുതലാണ് സൈക്ലോൺ ബുറേവിയുടെ ഇൻഫ്ലുവൻസ് തുടങ്ങും. ഈ സൈക്ലോണിന്റെ 3 ലെവലിന്റെ അല്ലെങ്കിൽ 3 പാർട്ടായിട്ട് നമുക്ക് ആക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് വരാനായിട്ട് സാധ്യതയാണ്. ഏറ്റവും ഫസ്റ്റ് ആണ് റഫ് സീ. കടൽക്ഷോഭം കൂടുതൽ വരാനായിട്ട് വളരെ ഹൈ ചാൻസസ് ആണ്. രണ്ടാമത്താണ് എക്സ്ട്രീംലി ഹൈ റെയിൻഫോൾ. മൂന്നാമത്താണ് ഹൈ സ്പീഡ് വിൻഡ്. കടൽക്ഷോഭം, എക്സ്ട്രീംലി ഹൈ റെയിൻഫോൾ, കംപ്ലീറ്റ് വിത്ത് ഹൈ സ്പീഡ് വിൻഡ്, ഈ 3 കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് സൈക്ലോൺ ബുറേവിയുടെ എല്ലാ ഇഫക്ട്സ് ഇവിടെ കിട്ടാനായിട്ട് സാധ്യത. ഇന്ന് രാത്രി മുതൽ ശ്രീലങ്ക കോസ്റ്റിനെ ഹിറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ സാധ്യത ഉണ്ട്. അതിനുശേഷം നാളെ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് തിരുവനന്തപുരം ജില്ലയിലെ ഇതിന്റെ ഇഫക്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ സംബന്ധിച്ച് 2 സ്ട്രാറ്റജീസ് ആണ്. ആദ്യമാണ് പ്രിവെന്റീവ് സ്ട്രാറ്റജീസ്, അതിനുശേഷമാണ് മുഴുവൻ റെസ്ക്യൂ ആൻഡ് റിലീഫ് പ്രൊസീജിയേഴ്സ്. നമ്മൾ ഞായറാഴ്ച മുതൽ ഇതിന്റെ മുഴുവൻ ആക്ടിവിറ്റീസ്, പ്രിപ്പയർനെസ്, പ്ലാനിംഗ്, സ്ട്രാറ്റജി നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽ നമ്മൾ പലപ്പോഴും തന്ന നിർദ്ദേശങ്ങൾ DDMA വഴി ചെയ്തിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തതാണ്. ഇന്നലെ നമുക്ക് നമ്മുടെ ജില്ലയുടെ റെഡ് അലേർട്ട് കിട്ടിയാണ് ബാക്ക്ഗ്രൗണ്ടിലെ സ്പെഷ്യൽ DDMA മീറ്റിംഗ് എല്ലാ ഡിഫൻസ് ഫോഴ്സസ് കൂടി പിന്നെ 15 ലൈൻ ഡിപ്പാർട്ട്മെന്റ്സ് കൂടി നമ്മൾ ഇന്നലെ ഒരു സ്പെഷ്യൽ DDMA മീറ്റിംഗ് വെച്ചിട്ട് കുറെ തീരുമാനങ്ങൾ നമ്മൾ എടുത്തതാണ്. ആദ്യം പ്രിവെന്റീവ് സ്ട്രാറ്റജിനെ സംബന്ധിച്ച് നമ്മൾ തിങ്കളാഴ്ച മുതൽ അൺടിൽ ഫർദർ ഓർഡേഴ്സ് പൂർണ്ണമായ രീതിയിൽ ഫിഷിംഗ് ബാൻ ചെയ്തതാണ്. Venturing into the sea is completely prohibited. All the beaches have been closed. No one is allowed to enter into the sea or any other water body or river or site. പൂർണ്ണമായ രീതിയിൽ ബീച്ചിലെ പോകാൻ വേണ്ടി, റിവറിനെ പോകാൻ വേണ്ടി, നദിയിലെ പോകാൻ വേണ്ടി, കായലിനെ പോകാൻ വേണ്ടി നമ്മൾ നിരോധിച്ചതാണ്. ഇതിനെ സംബന്ധിച്ച് കുറച്ച് ആൾക്കാർ ഓൾറെഡി തിങ്കളാഴ്ച, ഞായറാഴ്ച സീയില്, ബീച്ചിന്, കടലിന് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ സിസ്റ്റം വഴി അവർക്ക് എല്ലാ അലേർട്ട് കൊടുത്തതാണ്. ഇന്നലെ രാത്രി വരെ കിട്ടിയ കണക്കനുസരിച്ച് മുഴുവൻ ആൾക്കാർ തിരിച്ച് വന്നതാണ്. ലോങ് റൂട്ടിൽ പോയ ആൾക്കാർക്ക് നമ്മൾ ലോക്കലായിട്ട് പഞ്ചായത്ത് ആൻഡ് ഫിഷിംഗ് ഡിപ്പാർട്ട്മെന്റ് വഴി ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് എല്ലാ അലേർട്ട് മെസ്സേജസ് നമ്മൾ ഓൾറെഡി അയച്ചതാണ്. ഈ കടലിലെ ഉള്ളിൽ ആൾക്കാർക്ക് നമ്മൾ മെസ്സേജ് സംബന്ധിച്ച് നിയറസ്റ്റ് സീ ഷോറിനെ എത്തിക്കാൻ വേണ്ടിയാണ് മെസ്സേജ് കൊടുക്കുന്നത്. തിരുവനന്തപുരം കോസ്റ്റിലെ തന്നെ വരണം അങ്ങനെ പറഞ്ഞിട്ടില്ല. നിയറസ്റ്റ് സീ ഷോറിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ നിർദ്ദേശിച്ചത്. ഇതിന്റെ കൂടെ ഈ ഹൈ റെയിൻഫോൾ ആൻഡ് ഹൈ സ്പീഡ് ആയിട്ടുള്ളത് ഹില്ലി ഏരിയയിലെ ഡേഞ്ചറുണ്ട്. ലാൻഡ് സ്ലൈഡിന്റെ സാധ്യത കൂടുതലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഹില്ലി ഏരിയയുടെ മുഴുവൻ സന്ദർശനങ്ങൾ റെഗുലേറ്റ് ചെയ്യണം. നോൺ എസെൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായ സന്ദർശനങ്ങൾ നമ്മൾ പൂർണ്ണമായി
ഊർജിതമായ രീതിയിൽ അൺടിൽ ഫർദർ ഓർഡേഴ്സ് 5 മണിക്ക് ശേഷം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി അഡ്വൈസ് ചെയ്യുന്നു. ബോട്ടം ടോപ്പ് ഏരിയസിലെ ഫ്ലാറ്റ് സോൺ ഏരിയസിലെ ജില്ലയിലെ ടൗൺ ആയാലും റൂറൽ ഏരിയസ് ആയാലും ആൾക്കാർക്ക് കൂടുതൽ അലേർട്ട് ആവാൻ വേണ്ടി നമ്മൾ അഡ്വൈസ് ചെയ്യും. ഇന്ന് വൈകുന്നേരം മുതൽ 4 മണിക്ക് മുതൽ നമ്മൾ റിലീഫ് ആൻഡ് ഇവാക്യുവേഷൻ പ്രോസസ് സ്റ്റാർട്ട് ആവണം. തഹസിൽദാർ വഴി പഞ്ചായത്തിന്റെ ഹെൽപ്പിലൂടെ നമ്മൾ വൾനറബിൾ ഏരിയയിൽ നിന്ന് ആൾക്കാർക്ക് റിലീഫ് ക്യാമ്പിനെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗ്രാജുവൽ ആയിട്ട് മാത്രമേ ചെയ്യുന്നുണ്ട്. കാരണം കറക്റ്റ് ആയിട്ട് ഇതിന്റെ വളരെ കാട്ടും നമുക്ക് നാളെയുടെ IMD സർക്കുലർ ബുള്ളറ്റിൻ കിട്ടാൻ ശേഷം നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അതുവരെ നമ്മൾ ഗ്രാജുവൽ ആയിട്ട് വൾനറബിൾ ഏരിയയിൽ നിന്ന് ആദ്യം റിലീഫ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഷിഫ്റ്റിംഗ് സ്റ്റാർട്ട് ആവും. ജനങ്ങളോട് പറയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളാണ്. നാളെ മുതൽ അടുത്ത 48 മണിക്കൂർക്ക് വേണ്ടി ജനങ്ങളോട് നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട്. ജനങ്ങൾ അനാവശ്യമായ എല്ലാ സന്ദർശനങ്ങൾ പൂർണ്ണമായ രീതിയിൽ സ്വയം ഒഴിവാക്കുന്നു. എസെൻഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രമേ പുറത്തു വരണം. ബീച്ച് ഏരിയയിലോ കടൽ ഏരിയയിലോ ഓപ്പൺ സ്പേസ് ഏരിയയിലോ അനാവശ്യമായ സന്ദർശനം എല്ലാം ഒഴിവാക്കണം. ഇതിനോടൊപ്പം നമ്മൾ എല്ലാ റെസ്ക്യൂ ഓപ്പറേഷനെ സംബന്ധിച്ച് ചർച്ച ചെയ്തതാണ്. ഡിഫൻസ് ഫോഴ്സസ് ആയി ആർമി, എയർഫോഴ്സ്, നേവി ആൻഡ് കോസ്റ്റ് ഗാർഡ് ഇതിന്റെ യൂണിറ്റ് ഹെഡ്സിനെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. They have been all put on high alert. നമുക്ക് ഇവാക്യുവേഷൻ സംബന്ധിച്ച് റെസ്ക്യൂ സംബന്ധിച്ച് എപ്പോഴും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിഫൻസ് ഫോഴ്സിന്റെ സഹായം നമ്മൾ തേടണം. അതിനോടൊപ്പം റവന്യൂ ആൻഡ് പഞ്ചായത്തിന്റെ വഴിയാണ് നമ്മൾ എല്ലാ റിലീഫ് ക്യാമ്പ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചതാണ്. മുഴുവൻ ജില്ലയിലേക്കും സൈക്ലോണിന്റെ ഇൻഫ്ലുവൻസ് കിട്ടാനിന്റെ സാധ്യത ഉണ്ട്. ഇന്നലെ രാത്രി വരെ കിട്ടിയ കണക്കുപ്രകാരം 48 പഞ്ചായത്തുകളിലെ മാത്രമേ ഇൻഫ്ലുവൻസ് ആവുന്ന ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ബുള്ളറ്റിൻ പ്രകാരം മുഴുവൻ ജില്ലയിലെ ഇതിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് നോക്കാൻ സാധിക്കും. അങ്ങനെയാണ് പുതിയ ഒരു ബുള്ളറ്റിൻ. അതുകൊണ്ട് ജനങ്ങളോട് നമ്മൾ പറയുന്നുണ്ട്, അവർ വാട്ടർ ലോഗ് അല്ലെങ്കിൽ ഫ്ലഡ് സോൺ ഏരിയയിലാണെങ്കിൽ അവരുടെ വീട്ട്, അവരുടെ താമസിക്കുന്ന സ്ഥലം വീക്ക് ആണെങ്കിൽ, സ്ട്രെങ്ത് ഇല്ലെങ്കിൽ അവർ സ്വയം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യം വോളണ്ടറി ആയിട്ട് നമ്മൾക്ക് പറയണം. അവർക്ക് സൗകര്യം വേറെ ഉണ്ടെങ്കിൽ അവർ സ്വയം അവിടെ പോകണം. അല്ലെങ്കിൽ ജില്ലാ ഭരണത്തിന്റെ അനുസരിച്ച് ഐഡന്റിഫൈ ചെയ്ത എല്ലാ ക്യാമ്പിൽ നിന്ന് അവർ മാറ്റിപ്പാലിപ്പിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. പഞ്ചായത്ത് വഴി നമ്മൾ ഇതിന്റെ മുഴുവൻ ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകും. ജില്ലാ കളക്ടറേറ്റിലെ 24 മണിക്കൂറുള്ള കൺട്രോൾ റൂം ഓൾറെഡി തുടങ്ങിയതാണ്. ഇതിന്റെ നമ്പർ 1077 എന്തെങ്കിലും കാരണവശാലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഗ്രീവൻസ് ഉണ്ടെങ്കിൽ ആ നമ്പറിലെ ജില്ലാ കളക്ടറേറ്റിലെ നേരിൽ വിളിക്കാൻ സാധിക്കും. കോർപ്പറേഷനെ സംബന്ധിച്ച്, സിറ്റിയെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ മഴ ആയതുകൊണ്ട് വാട്ടർ ലോസിംഗ്, ഫ്ലഡിങ്ങിന്റെ സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കോർപ്പറേഷനിലെ ഒരു കൺട്രോൾ റൂം സ്ഥാപിച്ചതാണ്. സിറ്റിയിലെ നമ്മൾ ഒരു 10 മെമ്പറിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. വോളണ്ടിയേഴ്സിന്റെ സഹായത്തോടെ 150 വോളണ്ടിയേഴ്സിന്റെ ടീം നമ്മൾ സംഘടിപ്പിച്ചതാണ്.
പഞ്ചായത്ത് ആൻഡ് വില്ലേജ് ഓഫീസേഴ്സിനെ വീക്കായിട്ടുള്ള ട്രീസിനെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്നലെ മുതൽ തീരുമാനമെടുത്തിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തതാണ്. KSLTന് ലൂസായിട്ട് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ലൂസായിട്ട് ഇലക്ട്രിക് വയർസ് ഉണ്ട്. അതെല്ലാം റിപ്പയർ ചെയ്തിട്ട് ടൈറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. KSLTന് നമ്മൾ മുഴുവൻ സർക്കിളിനെ ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീം സംഘടിപ്പിച്ചിട്ട് കൺട്രോൾ റൂം ഓപ്പൺ ചെയ്യാൻ വേണ്ടി മുഴുവൻ സർക്കിളിനെ നിർദ്ദേശിച്ചതാണ്. BSNL സംബന്ധിച്ച് ടെലികോം സംബന്ധിച്ച് കണക്ടിവിറ്റി ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടി റാപ്പിഡ് റെസ്പോൺസ് ടീം ഫോം ചെയ്തിട്ട് ഈ കാലണ്ടർ 3-4 തീയതി ഉണ്ടെങ്കിൽ അത് സംശയം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. കേരള വാട്ടർ അതോറിറ്റി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് നമ്മുടെ ജില്ലയിലെ 3 ഡാംസ് ഉണ്ട്. നിയ ഡാം സംബന്ധിച്ച് നമ്മൾ ഞായറാഴ്ച മുതൽ റെഗുലേറ്റഡ് മാനറിലെ വാട്ടർ റിലീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സർപ്രൈസ് എലിമെന്റ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഗ്രാജുവൽ ആയിട്ട് അതിന്റെ വാട്ടർ ലെവൽ സ്റ്റേറ്റ് ലിമിറ്റ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അരുവിക്കര ബറാജ് ആൻഡ് പെപ്പാറ ഡാം സംബന്ധിച്ച് കേരള വാട്ടർ അതോറിറ്റിയുടെ ഹെഡ് നമ്മൾ റെഗുലേറ്റഡ് മാനറിലെ വാട്ടർ ഓൾറെഡി റിലീസ് ചെയ്യുന്നുണ്ട്. ഫ്ലഡിംഗ് സിറ്റിയിലെ ഫ്ലഡിംഗ് ഒഴിവാക്കാൻ വേണ്ടി ആ 2 ബറാജ് ഡാമും നമ്മൾ സ്റ്റേറ്റ് ലിമിറ്റ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഹൈഡ്രോളജി ഡിപ്പാർട്ട്മെന്റിലെ നമ്മൾ നമ്മുടെ 4 മേജർ റിവേഴ്സിലെ ഒരു ദിവസത്തിലെ 4 തവണ വാട്ടർ ലെവൽസ് ഡേഞ്ചർ മാർക്കിന്റെ എത്ര ഒരു താഴെയാണ് അത് റീഡിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്തതാണ്. കോസ്റ്റൽ പോലീസിന്റെ സഹായം കൂടി ബീച്ചിന്റെ തീരപ്രദേശങ്ങളിലെ എൻട്രി എക്സിറ്റ് മൂവ്മെന്റ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുത്തതാണ്. തീരപ്രദേശങ്ങളിലെ പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസേഴ്സ്, പഞ്ചായത്ത് ഓഫീസേഴ്സ്, ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എല്ലാ ഓഫീസേഴ്സ് ഉദ്യോഗസ്ഥർ 24/7 ഹൈ അലർട്ടിലെയാണ്. മൈക്ക് അനൗൺസ്മെന്റ് വഴി പബ്ലിക്കിനെ മുഴുവൻ വാർണിംഗ് പബ്ലിക് അഡ്രസ് സിസ്റ്റം വഴി കൊടുക്കാൻ വേണ്ടി നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തതാണ്. എല്ലാ CHCകളും CHCകളും 24/7 CHCകളും ഹൈ അലർട്ടിനെ ആവാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിച്ചതാണ്. മതിയായ മെഡിസിൻസ്, ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് ആൻഡ് ആംബുലൻസസ് ഓൺ സ്റ്റാൻഡ് ബൈ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷനിലെ 4 JCB ഹൈ പവർ ജെറ്റ്സ് ആൻഡ് പമ്പിംഗ് സെറ്റ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം നമ്മൾ കൊടുത്തതാണ്. 150 പേരിന്റെ വോളണ്ടിയർ ഫോഴ്സ് കോർപ്പറേഷൻ സംബന്ധിച്ച് തയ്യാറാക്കിയിട്ട് സൈക്ലോൺ സമയത്ത് അല്ലെങ്കിൽ സൈക്ലോണിന്റെ ശേഷമുള്ള ഡാമേജിനെ ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ വോളണ്ടിയർ ടീം സംഘടിപ്പിച്ചതാണ്. ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിനെ ഹൈ ലെവലിലെ ആക്കിയിട്ട് ടീം റെഡി ആക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കടൽ നിന്ന് എത്ര കൊല്ലം ഫിഷർമെൻ ബീച്ചിൽ പോയതാണ്, എത്ര കടകൊല്ലം ആൾക്കാർ തിരിച്ചു വന്നതാണ്, അവർക്ക് എല്ലാ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ചുമതല കൊടുക്കുന്നതാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും DDCയും ബോട്ട് സ്പെയർ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചതാണ്. ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസറിന് റേഷൻ തയ്യാറാക്കിയിട്ട് ക്യാമ്പ്സിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നതാണ്. വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇറിഗേഷൻ, ഫയർഫോഴ്സ് ആൻഡ് LFD ഡിവിഷൻ മതിയായ JCB, crane, chainsaw, പമ്പിംഗ് സെറ്റ്, ജനറേറ്റർ, ഡീസൽ സെറ്റ് ഈ എല്ലാം സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിച്ചതാണ്. നമ്മുടെ ജില്ലയിലെ ഇന്നലെ NDRFന്റെ 18 മെമ്പർ ടീം ഇന്നലെ വൈകുന്നേരം ജില്ലയിൽ എത്തിയതാണ്. ഇന്ന് ഈ ടീം നിയമിത താലൂക്ക് അമ്പൂരി ഭാഗം, വലച്ചൽ ഭാഗം വരെ സന്ദർശിച്ചതാണ്. അവരൊക്കെ ഏതൊക്കെ അപകടത്തിന്റെ സാധ്യത ഉണ്ട് ആ ഏരിയയിലെ രക്ഷ
അവരോട് അടക്ക പ്ലാനിങ്ങിന് വേണ്ടി തയ്യാറാണ്. ഡിപ്റ്റി കമാൻഡന്റ് ഒരു ടീം നമുക്ക് ഇവിടെ എത്തിയതാണ്. ജനങ്ങളോട് പറയാൻ വേണ്ടി വീണ്ടും കാര്യങ്ങളാണ്. എല്ലാവർക്കും അതോറിറ്റിയിൽ നിന്ന് ജില്ലാ കളക്ടറിൽ നിന്ന് ഇഷ്യൂ ചെയ്യുക എല്ലാ നിർദ്ദേശങ്ങൾ പാലിക്കണം. അനാവശ്യമായ സന്ദർശനങ്ങൾ ഔട്ട്ഡോർ ഏരിയകളിലെ ബീച്ച് ഏരിയകളിലെ ഹില്ലി ഏരിയകളിലെ പൂർണ്ണമായ രീതിയിൽ ഒഴിവാക്കണം. നാളെ ഉച്ചയ്ക്ക് ശേഷം ഈ സൈക്ലോണിന്റെ ഇന്റൻസിറ്റി, ഈ സൈക്ലോണിന്റെ തീവ്രത, ഈ സൈക്ലോണിന്റെ സമയം നമ്മുടെ ജില്ലയിലെ എപ്പോഴാണ് നമുക്ക് ഹിറ്റ് ചെയ്യുന്നുണ്ട് ആ നമുക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം പൂർണ്ണമായ രീതിയിൽ കറക്റ്റായ രീതിയിൽ പറയാൻ പറ്റും. അതിന് മുമ്പ് നമ്മൾ എല്ലാ പ്രിവെന്റീവ് സ്റ്റെപ്സ് ഇപ്പോൾ എടുക്കുന്നു. ജനങ്ങൾക്ക് അഡ്വൈസ് ആണ് അവരുടെ ഫ്ലഡ് സോൺ ഏരിയകളിൽ താമസിക്കാൻ ആണെങ്കിൽ, കടൽക്ഷോഭം ഏരിയകളിൽ താമസിക്കാൻ ആണെങ്കിൽ അവരുടെ എല്ലാ വാല്യൂബിൾസ് ഡോക്യുമെന്റ്സ് സമർപ്പിച്ചിട്ട് സേഫ് ആയിട്ട് പ്ലേസസിൽ പോകാൻ വേണ്ടി നമ്മൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഡിസ്ട്രിക്ട് അതോറിറ്റി ക്യാമ്പ് ഇന്ന് വൈകുന്നേരം മുതൽ തുടങ്ങിയതാണ്. എല്ലാവർക്കും ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്ത എല്ലാ വാർണിംഗ് സീരിയസ് ആയിട്ട് എടുക്കണം. അത് ഞാൻ വീണ്ടും നിർദ്ദേശിക്കുന്നു. കോസ്റ്റൽ ഏരിയയിൽ ഫിഷിങ്ങിന് പോയ ആൾക്കാർക്ക് തിരിച്ചു വന്നോ? നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എങ്ങനെയാണ്? ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ആണ് നമ്മൾ ഞായറാഴ്ച മുതലാണ് ഈ എല്ലാ കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി ഇഷ്യൂ ചെയ്തതാണ്. അതുകൊണ്ട് ആ ദിവസം പോയ എല്ലാ ആൾക്കാർ തിരിച്ചു വന്നതാണ്. അതിനുശേഷം പോയിട്ടില്ല. ബാക്കി ആൾക്കാർ 1-2 ദിവസത്തിന് വേണ്ടി മാത്രം പോയിട്ടുള്ളതാണ്. അത് ഓൾസോ ഇന്നലെ വൈകുന്നേരം വരെ തിരിച്ചെത്തിയതാണ്. അങ്ങനെയാണ് നമുക്ക് കരം കിട്ടിയതാണ്. പക്ഷെ നമ്മൾ അവിടെ ലോക്കൽ അതോറിറ്റീസ് വഴി, ലോക്കൽ വോളണ്ടിയർ ടീം വഴി ദൂരമായ പോയ ആണെങ്കിൽ ആൾക്കാർക്ക് മെസ്സേജസ് എല്ലാവർക്കായി കൊടുത്തിട്ട് നിയറസ്റ്റ് സേഫ് ഷോറിൽ പോകാൻ വേണ്ടി മെസ്സേജ് കൊടുത്തതാണ്. ഇപ്പോൾ മിക്കവാറും ആൾക്കാർ തിരിച്ചു വന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ലോക്കൽ ബോഡീസ് നിന്ന് പിന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നിന്ന് ഇൻഫർമേഷൻ കിട്ടിയതാണ്. നമുക്ക് 160 ക്യാമ്പ്സ് ഉണ്ട്. അതിന്റെ കപ്പാസിറ്റി 8,830. എത്ര ആൾക്കാർക്ക് നമുക്ക് അവിടെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ സംവിധാനമുണ്ട്. ഇന്ന് വൈകുന്നേരം നമ്മൾ ഗ്രാജുവൽ ആയിട്ട് വൾനറബിൾ ഏരിയകളിലെ ആദ്യം എവിടെയോ കൂടുതൽ കടൽക്ഷോഭമില്ലേ അല്ലെങ്കിൽ റെസിഡൻസ് എല്ലാം വീക്കാണ് അല്ലെങ്കിൽ ഫ്ലഡ് സോൺ ഏരിയാസ് ആണ്, അത് പ്രയോറിറ്റി ബേസിൽ ആദ്യം ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനം എടുത്തതാണ്. നാളെ രാവിലെ വരെ നമ്മൾ സിറ്റുവേഷൻ നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. ഇപ്പോൾ എന്റെ ഇൻഫർമേഷൻ പ്രകാരം നമുക്ക് നാളെ ഉച്ചക്ക് വരെ റെയിൻഫോൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ എക്സ്ട്രീം റെയിൻഫോൾ കിട്ടാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ സംബന്ധിച്ച് ഈ സമയത്തിലെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നമുക്ക് നാളെ രാവിലെ ഇതിന്റെ ബുള്ളറ്റിൻ 11:30 ബുള്ളറ്റിൻ പിന്നെ 2:30 ബുള്ളറ്റിൻ നോക്കിയിട്ട് അടുത്ത തീരുമാനം നമുക്ക് എടുക്കാൻ വേണ്ടി വരും. നമ്മുടെ കൺട്രോൾ നമ്പർ 1077 ആണ്. നാളെ ഉച്ചയോടുകൂടി കൃത്യമായിട്ട് നമുക്കൊരു ഇതറിയാൻ പറ്റും. അതെ, കാരണം ഈ ഒരു സൈക്ലോണിന്റെ സൈസ് വളരെ വലുതാണ്. അതുകൊണ്ട് സ്ലോ മൂവിംഗ് ഒരു സൈക്ലോണാണ്. ഇപ്പോൾ ഈ ഒരു ശ്രീലങ്ക കോസ്റ്റിലെ ടച്ച് ചെയ്തിട്ടില്ല. ആ ടച്ച് ചെയ്തിട്ട് പിന്നെ പമ്പർ ഏരിയയിലെ ടച്ച് ചെയ്യും. അതിനുശേഷം കന്യാകുമാരി തിരുവനന്തപുരം ജില്ലയുടെ ഇൻഫ്ലുവൻസ് സ്റ്റാർട്ടാവും. നമുക്ക് നാളെ 3 മണിക്ക് ശേഷം ഇതിന്റെ ഇൻഫ്ലുവൻസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. 4-ാം തീയതി ഈ സൈക്ലോൺ തിരുവനന്തപുരം ജില്ലയിലെ ഹിറ്റ് ചെയ്യും. ഇപ്പോഴത്തെ ഇൻഫർമേഷൻ പ്രകാരം ഈ സാധ്യത ഉണ്ട് 4-ാം തീയതി.
NDRF-ന്റെ എത്ര 16 പേരുടെ സംഘം അവർ മാത്രമാണോ? Cabinet including the deputy commander, deputy commander. So 20 ആൾക്കാരുടെ ടീം നമുക്ക് ഇവിടെ ഇരിക്കുന്നത്. അമ്പൂരിലാണ്. ഇപ്പോൾ ടൗണിലെയാണ്. ഇന്ന് അമ്പൂരി സന്ദർശനം ചെയ്യാൻ വേണ്ടി പോയതാണ്. കൊച്ചി ടൗണിൽ വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യ ഇൻഫർമേഷൻ പ്രകാരം നിയർ മാത്രമേ ഇൻഫ്ലുവൻസ് ആവും അങ്ങനെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മുഴുവൻ ജില്ല അതിന് എഫക്റ്റ് ആവും അങ്ങനെ സാധ്യത ഉണ്ട്. എങ്ങനെയുണ്ട് സംഭവല്ലേ? പിന്നെ അല്ലാതെ നമ്മുടെ നാട്ടിൽ വേറെ എവിടെ ഉണ്ടാ ഇത്രയും ബ്രാൻഡഡ് കളക്ഷനുള്ള ഷോപ്പ്? ഈ കാര്യത്തിൽ നിങ്ങളുടെ സെലക്ഷൻ സൂപ്പറാ. സിൽവാൻ ടൈൽസ് ഗാലറി, പുത്തനത്താണി, വളാഞ്ചേരി, ആലുവ, പാലക്കാട്.